നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും അപ്പോസ്തലന്മാരുടെ ധൈര്യം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. പത്രോസും യോഹന്നാനും യെരൂശലേം ദേവാലയത്തിന്റെ മുറ്റത്ത് രക്ഷയാചിച്ചുകൊണ്ടിരുന്ന 40 വയസ്സ് പ്രായമുള്ള ഒരു മുടന്തനെ സൗഖ്യമാക്കാൻ കർത്താവ് അവരെ ഉപയോഗിച്ചു. അവർ ചെന്നപ്പോൾ ആ മനുഷ്യൻ ഭിക്ഷ ചോദിച്ചു. പത്രോസ്, വെള്ളിയും പൊന്നും, വെള്ളി നാണയോ പൊന്നു നാണയോ ഞങ്ങൾക്കില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. അത് യേശുവിൻ്റെ നാമമാണ്. ആ ഒരു വാക്ക് മാത്രമായിരിക്കില്ല, പെന്തക്കോസ്താനിലെ പ്രസംഗത്തിൽ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു എന്ന് വായിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച്, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് സംബന്ധിച്ച് അവനോട് വാസ്തവത്തിൽ സുവിശേഷം പറയുകയായിരുന്നു. അവനത് വിശ്വസിച്ചു. യേശുക്രിസ്തു മനുഷ്യന്റെ പാപത്തിനു വേണ്ടി കാൽവറി യാഗമായ ശേഷം അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു പറഞ്ഞ അങ്ങനെയാണല്ലോ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ആ ജീവിക്കുന്ന യേശുവിന് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ചെയ്തതുപോലെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വിശ്വസിക്കുന്നവരിൽ അത്ഭുതം ചെയ്യാൻ സാധിക്കും. അതായിരുന്നു പത്രോസിൻ്റെ ആ പ്രസംഗത്തിൻ്റെ, അല്ലെങ്കിൽ പത്രോസിൻ്റെ ചുരുങ്ങിയ വാക്കുകളുടെ ചുരുക്കം. അവനത് വിശ്വസിച്ചു. കാരണം ആളുകൾ ആശ്ചര്യത്തോട് ഓടിക്കൂടുമ്പോൾ പത്രോസ് പറയുന്നത്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കിയെന്ന് വിചാരിച്ച് ഞങ്ങളെ ഉറ്റുനോക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വിശ്വാസത്താലാണ് ഈ മനുഷ്യന് ആരോഗ്യം പ്രാപിക്കാൻ കാരണമായത്. എൻ്റെ വാക്കിൻ്റെ ശക്തിയാലല്ല, എൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയാലല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ. യേശു മനുഷ്യന് വേണ്ടി മനുഷ്യനായി, യേശു കുരിശിൽ യാഗമായി, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റ്, യേശു ജീവിക്കുന്നു എന്ന് ആണ് ആ മനുഷ്യൻ വിശ്വസിച്ചത്. ആ വിശ്വാസത്താലാണ് ഈ മനുഷ്യന് ആരോഗ്യം വരാൻ കാരണമായത് എന്ന് പറഞ്ഞു. പക്ഷേ അസൂയ പൂണ്ട മഹാപുരോഹിതന്മാരും അതുപോലെ പ്രമാണിമാരും അടുത്ത് വന്നിട്ട്, നിങ്ങൾ ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്ന് അമർത്തിയായി കൽപ്പിച്ചു. പക്ഷേ പത്രോസും യോഹന്നാനും പറഞ്ഞു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു, ഭയപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അതായത് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദൈവത്വമാണ് എന്ന് അവർ പറയുന്നുണ്ട്. നാം താഴെ വായിച്ചത്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. നമുക്കറിയാം, പത്രോസും യോഹന്നാനും ഒക്കെ മീൻപിടുത്തക്കാരായിരുന്നു. യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ പത്രോസും യോഹന്നാനും അങ്ങനെ ആയിരുന്നില്ല. അവര് മീൻപിടുത്തക്കാരായിരുന്നു. കൊച്ചുനാൾ മുതൽ മീൻ പിടിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടെന്നല്ലാതെ വരുന്ന വിദ്യാഭ്യാസം അവർക്ക് ഇല്ലായിരുന്നു. മീൻ പിടിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. ഈ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകൾ. രണ്ടാമത്, ഈ സ്ഥലം യെരൂശലേമാണ്, ഇവര് ദൂരെ ഗലീലക്കാരാണ്. എന്ത് ധൈര്യത്തോടെയാണ് ഇവർ സംസാരിക്കുന്നത്? ആരോടാ? മഹാപുരോഹിതന്മാരോട്. സാധാരണ യഹൂദന്മാർ മഹാപുരോഹിതന്മാരുടെ അടുത്ത് പോലും പോവുകയില്ല. അവർ മഹാഭയമാണ് അവർക്ക്. പക്ഷേ മഹാപുരോഹിതന്മാരോടോ പ്രമാണിമാരോടോ
യാതൊരു പേടിയുമില്ലാതെ, ഒരു പരിചയവുമില്ലാത്ത ഈ നാട്ടിൽ, യേശുവിനെ കൊന്ന ഈ നാട്ടിൽ, യേശുവിനെ കൊന്നവരോട് പത്രോസ് യോഹന്നാനും പറയുകയാണ്, ഞങ്ങൾക്ക് കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവമായ യേശു ഞങ്ങളോട് കൽപ്പിച്ചു. അതാണ് ഞങ്ങൾ അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ധൈര്യമുണ്ട്. ആ ധൈര്യം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. തിമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതായത് കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവുമെന്നാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം അല്ലെങ്കിൽ ശക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭീരുത്വം മാറും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതാണ്, അതിൻ്റെ നേർക്കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ ശക്തിയാൽ, ധൈര്യത്താൽ, ഒരു ഭീരുത്വവും ഇല്ലാതെ അവര് മഹാപുരോഹിതൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ധൈര്യമായി ഞങ്ങൾ യേശു കൽപ്പിച്ചത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കും എന്ന് പറയുകയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ദൈവം ശക്തിയും ധൈര്യവും നൽകും എന്നുള്ള ഒരു പാഠമാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ളത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.